Dear students, ഇന്നത്തെ subject physics. Electric dipole in uniform electric field. Consider an electric dipole consisting of charges minus q and plus q separated by a distance 2a. ആദ്യം ഒരു ഇലക്ട്രിക് ഡൈപോൾ കൺസിഡർ ചെയ്യാം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മാൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് മൈനസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ, ഇവിടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a. Let the dipole be placed in uniform electric field E, making an angle theta with the direction of field. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഡൈപോൾ വെച്ചിട്ടുള്ളത്. ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. ഇനി ഈ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഇതിൻ്റെ രണ്ടുമുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണം. ഫോഴ്സ് ഓൺ ചാർജ് മൈനസ് ക്യൂ എന്താണ് ഫോഴ്സ്? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജുമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പ്ലസ് ക്യൂ ഇ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ മൈനസ് ക്യൂ ഇ. മൈനസ് ക്യൂ ഇയിൽ ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. പ്ലസ് ക്യൂമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. മറ്റേത് മൈനസ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് എന്താ? ഫോഴ്സ് ഓൺ ചാർജ് മൈനസ് ക്യൂ അറ്റ് എ ഈസ് എഫ് എ ഈക്വൽ ടു മൈനസ് ക്യൂ ഇ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ ചാർജ് പ്ലസ് ക്യൂ എഫ് ബി ഈക്വൽ ടു പ്ലസ് ക്യൂ ഇ അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. Therefore, net force on the dipole, net force എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എ പ്ലസ് എഫ് ബി ആയിരിക്കും. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് എ പ്ലസ് എഫ് ബി. ഇതുമുള്ള ഫോഴ്സ് എന്താ? നെഗറ്റീവ് എഫ് എ, അത് എത്രയാ? മൈനസ് ക്യൂ ഇ. എഫ് ബി ഉള്ള ഫോഴ്സ് എത്രയാ? പ്ലസ് ക്യൂ ഇ. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുക. മൈനസ് ക്യൂ ഇ പ്ലസ് ക്യൂ ഇ ഈക്വൽ ടു 0. അപ്പം എന്ത് മനസ്സിലായി? നെറ്റ് ഫോഴ്സ് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഫീൽഡ് ഈസ് 0. Dipole is in translational equilibrium. However, the two forces are equal in magnitude, opposite in direction, and act along different lines at different points. They give rise to torque on the dipole. രണ്ട് ഫോഴ്സുകൾ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് എങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യം നമ്മളിത് നോക്കുക. ഇത് 2a ആണ്. ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് എത്രയാ? 2a. ഡൈപോളിൻ്റെ ലെങ്ത് 2a. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 2a കോസ് തീറ്റ, ഇത് വേർട്ടിക്കൽ കമ്പോണൻറ്റ് 2a സൈൻ തീറ്റ. ഇത് എത്രയാണ് അപ്പോൾ? 2a സൈൻ തീറ്റ. ടു ഫോഴ്സസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്, ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യും എന്ത്? ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് ഈസ് ഗിവൺ ബൈ, ടോർക്ക് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. Magnitude of one of the forces into perpendicular distance between them. Magnitude of one of the forces എന്തായിരുന്നു? ഫോഴ്സ് ക്യൂ ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടില്ലേ? 2a സൈൻ തീറ്റ. വേർട്ടിക്കൽ കമ്പോണൻറ്റ് അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് എത്രയാ? 2a സൈൻ തീറ്റ. ടോർക്ക് ടോ ഈക്വൽ ടു ഇതിനെ അറേഞ്ച് ചെയ്തേതാ ഇ ഇൻറ്റു ക്യൂ ഇൻറ്റു 2a സൈൻ തീറ്റ. ക്യൂ ഇൻറ്റു 2a ആണ് എന്ത്? ഡൈപോൾ മൊമെൻറ്റ്. ക്യൂ ഇൻറ്റു 2a പകരം പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡൈപോൾ മൊമെൻറ്റ് പി. അപ്പോൾ എന്താ വരിക? പി ഇ സൈൻ തീറ്റ. ടോർക്ക് ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. ഇൻ വെക്റ്റർ ഫോം, വെക്റ്റർ ടോ ഈക്വൽ ടു വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ. പി ഇ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പി ക്രോസ് ഇ. പി ഇ സൈൻ തീറ്റ എന്താ? പി ക്രോസ് ഇ. ക്രോസ് പ്രോഡക്റ്റ് അല്ലേ പി സൈൻ തീറ്റ വരുന്നത്. അപ്പോൾ ടോർക്ക് വെക്ടറിൽ പറയുമ്പോൾ എങ്ങനെയാണ്? പി ക്രോസ് ഇ, വെക്റ്റർ പി ക്രോസ് വെക്റ്റർ ഇ. ടോർക്കിൻ്റെ ഫോർമുല എന്താ? പി ഇ സൈൻ തീറ്റ. ദ ടോർക്ക് ടെൻസ് ടു അലൈൻ ദ ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. ഇപ്പം എന്താ നമ്മൾ പഠിച്ചത്? ഇലക്ട്രിക് ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആദ്യം യൂണിഫോം ഫീൽഡിൽ ഡൈപോൾ വെച്ചു. ഡൈപോൾ വെച്ചിട്ട് ഡൈപോളിൻ്റെ ലെങ്ത്ത് 2a, പിന്നെ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ഉണ്ടല്ലോ. മൈനസ് ക്യൂമുള്ള ഫോഴ്സാണ് മൈനസ് ക്യൂ ഇ, പ്ലസ് ക്യൂമുള്ള ഫോഴ്സാണ് ക്യൂ ഇ. രണ്ട് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടി. നെറ്റ് ഫോഴ്സ് 0 ആണെന്ന് മനസ്സിലായി. നെറ്റ് ഫോഴ്സ് ഓൺ എ ഡൈപോൾ ഇൻ യൂണിഫോം ഫീൽഡ് ഈസ് 0. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണെങ്കിൽ അതിന് പറയും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പിന്നെ എന്താണ്? രണ്ട് ഫോഴ്സുകൾ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ
ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആക്ഷൻ ആണെങ്കിൽ ഡിഫറെൻറ്റ് പോയിന്റ്സിൽ അത് ആക്ട് എല്ലാം ഡിഫറെൻറ്റ് ലൈൻസ് ആണെങ്കിൽ ടോർക്ക് അറൈസ് ചെയ്യും, ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. വൺ ഓഫ് ദി ഫോഴ്സസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദി ഫോഴ്സസ് എന്ന് പറയുന്നതാണ് ക്യൂ ഇ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ് 2a sin തീറ്റ. അപ്പോൾ ഇ ക്യൂ 2a sin തീറ്റ. ക്യൂ ഇൻറ്റു 2a എന്താണ് പി. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്. ഇത് ക്യൂ ഇൻറ്റു 2aക്ക് പകരം പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി ഇ സൈൻ തീറ്റ, ടോർക്ക് ഡോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. അത് വെക്ടർ പി ക്രോസ് വെക്ടർ ഇ. അടുത്തത് എന്താണ് ചാർജ് ഡെൻസിറ്റി? ചാർജ് ഡെൻസിറ്റി 3 ടൈപ്സ് ഓഫ് ചാർജ് ഡെൻസിറ്റി ഉണ്ട്. ഒന്ന് ലീനിയർ ചാർജ് ഡെൻസിറ്റി, അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി, അടുത്ത വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ലാംഡ. ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ. യൂണിറ്റ് എന്താ? കൂളോം മീറ്റർ റേസ് ടു -1. സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സിഗ്മ. സിഗ്മ ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, യൂണിറ്റ് ഏരിയ. സർഫസ് ചാർജ് എന്ന് പറയുമ്പോൾ സർഫസ് ഏരിയ എന്ന് ആലോചിക്കുക. ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. കൂളോം മീറ്റർ റേസ് ടു -2. ഏരിയ അല്ലേ, മീറ്റർ സ്ക്വയർ. അപ്പോൾ മീറ്റർ മുകളിലേക്ക് വരുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മീറ്റർ റേസ് ടു -2. വോളിയം ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് വോളിയം. റോ ഈക്വൽ ടു ക്യൂ ബൈ വി. ക്യൂ ബൈ വി വോളിയം അല്ലേ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ, വോളിയം എന്ന് പറഞ്ഞാൽ വി. അപ്പോൾ യൂണിറ്റ് എന്താ? കൂളോം മീറ്റർ റേസ് ടു -3. കൂളോ മീറ്റർ റേസ് ടു -3. കൂളോ മീറ്റർ റേസ് ടു -1 എന്തിൻ്റെയാ? ലീനിയർ ചാർജ് ഡെൻസിറ്റി. കൂളോ മീറ്റർ റേസ് ടു -2 സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇപ്പോൾ ലീനിയർ ഷേപ്പാണ് എങ്കിൽ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ എന്ന് പറഞ്ഞ ലെറ്ററിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. സർഫസ് ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് ഏരിയ. വോളിയം ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ ചാർജ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ വോളിയം ചാർജ് ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞ സിമ്പിളിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ. ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ. സിഗ്മ ഈക്വൽ ടു ക്യൂ ബൈ എ. റോ ഈക്വൽ ടു ക്യൂ ബൈ വി. യൂണിറ്റ് അടക്കം എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നന്നായി പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ 2 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.